ലോകം അടക്കി ഭരിച്ച വ്യക്തിയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. മനുഷ്യരെ മാത്രമല്ല, മരങ്ങളും ജിന്നുകളും മൃഗങ്ങളും എല്ലാം സുലൈമാൻ നബിയുടെ ആജ്ഞാനുവർത്തികളാണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ട് ശീലിച്ച ഒരു കഥയുമുണ്ട്. സുലൈമാൻ നബിക്ക് ഉറുമ്പുകളുടെ സംസാരം കേൾക്കാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം സുലൈമാൻ നബിയും സൈനികരും ഇങ്ങനെ വരുന്ന സമയത്ത് ഉറുമ്പുകളുടെ നേതാവ് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട അണികളെ, സുലൈമാൻ നബി വരുന്നുണ്ട്, അവരുടെ സൈന്യവും. നിങ്ങൾ അവരുടെ ചവിട്ട് കൊള്ളാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാളത്തിലേക്ക് തിരികെ നടക്കൂ എന്ന് പറയുന്നുണ്ട്. സുലൈമാൻ നബി കേട്ട് ചിരിക്കുന്ന രംഗമൊക്കെ നമ്മൾ കഥയിലൂടെ വായിച്ച് മനസ്സിലാക്കിയവരാണ്. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതല്ല. നോക്കൂ നിങ്ങൾ, ആ സേനാ നായകൻ അവിടുന്ന് ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കുമ്പോൾ സുലൈമാൻ നബി വരുന്നുണ്ട്, നിങ്ങൾ അവരുടെ അശ്രദ്ധ മൂലം ചവിട്ടുകൊള്ളാൻ സാധ്യതയുണ്ട്, നിങ്ങൾ മാളത്തിലേക്ക് തിരികെ നടക്കൂ എന്ന് പറയുമ്പോൾ ഒരാളും ഒരു ഉറുമ്പ് മറ്റൊരു ഉറുമ്പിനെ കവച്ചു വെക്കുന്നില്ല, മറികടക്കുന്നില്ല, മത്സരിക്കുന്നില്ല. അവർ തികഞ്ഞ ക്ഷമയോടുകൂടെ, സഹനത്തോടുകൂടെ, സന്തോഷത്തോടെ അവരിങ്ങനെ ലൈനായിട്ട് മാളത്തിലേക്ക് കയറുകയാണ്. നിങ്ങളൊന്ന് നോക്കൂ, ആ ഉറുമ്പ് ജീവൻ കൊണ്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് ആ കുഞ്ഞു മാടത്തിൽ നിന്ന് പല ഉറുമ്പുകളും തമ്മിൽ മത്സരിക്കുകയാണെങ്കിൽ, തർക്കിക്കുകയാണെങ്കിൽ, കലഹിക്കുകയാണെങ്കിൽ കുഞ്ഞു മാടത്തിലൂടെ കയറാൻ ആഗ്രഹിക്കാതെ, കയറാൻ പറ്റാതെ അവരവിടെ കടന്ന് പെടഞ്ഞു മരിക്കേണ്ടി വരുമായിരുന്നു. വേറെയും ഉണ്ട് അതിലൊരു പാഠം. നോക്കൂ നിങ്ങൾ, ആ സേനാനായകനെ, തന്റെ അണികളെല്ലാം ആ ചെറിയ മാളത്തിൽ കയറി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ആ സേനാനായകൻ കയറുന്നത്. കോട്ടക്കുള്ളിൽ ഇരുന്ന് വീരവാദം മുഴക്കുന്ന നേതാക്കൾക്ക് ഈ ഉറുമ്പിന്റെ നേതാവ് ഒരു മാതൃകയാണ് എന്ന് ആ കഥയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ അണികളെ പ്രകോപിപ്പിച്ച് അണികളെ പിരികയറ്റി സേനാനായകൻ വീട്ടിലിരുന്ന് സുഖിക്കുമ്പോൾ ഉറുമ്പുകളുടെ നേതാവിനെ കണ്ട് നമുക്ക് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ പറയുന്നത്, ഉറുമ്പ് ഒരു ചെറിയ ജീവിയല്ല, മനുഷ്യന് ഒരുപാട് പഠിക്കാനുണ്ട് ഉറുമ്പുകളിൽ നിന്ന്.